കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ നല്ല പകൽക്കാലം വൈകിയ വേളയിൽ ദൈവവചനവുമായി ഫേസ്ബുക്ക് പേജിൽ കൂടെ, അതായത് റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ കൂടെ ദൈവവചനവുമായി മാന്യപ്രേക്ഷകരുടെ മുൻപിലേക്ക് ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാൻ വലിയവനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം ഇതിനെനിക്ക് മുഖാന്തരമായത് റോസ്ലിൻ, കർത്താവിൻ്റെ ദാസി റോസ്ലിൻ ആൻറ്റിയാണ്. ദേവദാസിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഫേസ്ബുക്ക് പേജിൻ്റെ 17ാമത്തെ ആനുവൽ കൺവെൻഷനുള്ള ബന്ധത്തിലാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ മധ്യയായിരിക്കുന്നത്. ദൈവവചനം ആമേൻ സംസാരിക്കുവാൻ തക്കവണ്ണം, ദൈവകൃപയിൽ നിൽപ്പാൻ തക്കവണ്ണം ദൈവമക്കളേവരും പ്രാർത്ഥനയോടെ ആയിരിക്കണമേ എന്ന് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, ഈ പേജിലൂടെ നടക്കുന്ന എല്ലാ ആത്മീയ ശുശ്രൂഷകളെയും, തൻ്റെ ദാസിയിലൂടെ ദൈവം ചെയ്തെടുപ്പിക്കുന്ന എല്ലാ ആത്മീയ ശുശ്രൂഷകളെയും ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിനെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ധാരാളമായി ദൈവം ഈ പേജിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിലൂടെ നടക്കപ്പെടുന്ന എല്ലാ ശുശ്രൂഷകളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അനേകർക്ക് പ്രയോജനകരമായി തീരുവാൻ, അനേകർക്ക് വിടുതലിനും ആശ്വാസത്തിനും കാരണമായി തീരുവാൻ ഈ ശുശ്രൂഷകളൊക്കെയും മുഖാന്തരമാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്, സ്തോത്രം. ഇന്ന് പകൽക്കാലവും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ഒട്ടും തന്നെ കുറച്ചു കളയാതെ ജനഹൃദയങ്ങളിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവമക്കളായ എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിലായിരുന്നാട്ടെ. ദൈവമായ കർത്താവ് ഏവരെയും സഹായിക്കുമാറാകട്ടെ, സ്തോത്രം. ആമേ, സ്തോത്രം. ഇന്ന് പകൽക്കാലത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ഇതിന്റെ സംഘാടകർ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളെ ദൈവ വിളിക്ക് യോഗ്യരായി എണ്ണുന്നു എന്നുള്ളതാണ്, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അതിന് നിങ്ങളെ ദൈവ വിളിക്ക് യോഗ്യരായി എണ്ണുന്നു എന്ന ഒരു ചോദ്യത്തിലേക്ക് നിൽക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് സ്തോത്രം, ഹല്ലേലൂയ, എന്തെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്, എന്തെങ്കിലും ഒരു പ്രത്യേക പ്ലാനോട് കൂടിയാണ്, സ്തോത്രം. ആ പ്ലാനിനനുസൃതമായി നിൽക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകുന്നുണ്ടോ എന്ന് ഇന്ന് പകൽക്കാലം ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുകയാണ്. ഈ വിഷയം എന്നോട് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഉടനെ തന്നെ ഓടി വന്നത് ഒരു പാട്ടിന്റെ 2 വരിയാണ്. അത് ഇപ്രകാരമാണ്, സ്തോത്രം. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചതോ ഉള്ളിൽ പോലും നനച്ചതെല്ലാം ദയ തോന്നി എൻ്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. അപ്പോൾ ഒരു കാര്യം നമുക്കിവിടെ വ്യക്തമായി മനസ്സിലാക്കപ്പെടുകയാണ്. ഈ വിളി നമ്മുടെ മേൽ വീണ് കഴിഞ്ഞാൽ, സ്തോത്രം, അത് ഉന്നതമായ ഒരു വിളിയായിട്ടാണ് വീഴപ്പെടുന്നത്. അത് എല്ലാത്തേക്കാളും ഉത്തമമായ ഒരു വിളിയായിട്ടാണ് വെളിപ്പെടുന്നത്. അത് എല്ലാത്തേക്കാളും ശ്രേഷ്ഠമായ ഒരു വിളിയായിട്ടാണ് വെളിപ്പെടുന്നത്. ആ വിളിക്ക് തുല്യമായി മറ്റൊരു വിളി നമ്മുടെ ജീവിതത്തിൽ വരികയില്ല, പ്രിയരെ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ യോഗ്യതകൾ കൊണ്ടോ നമ്മുടെ കഴിവുകൾ കൊണ്ടോ നമ്മുടെ പ്രാപ്തി കൊണ്ടോ ഒന്നുമല്ല ആ വിളി നമ്മുടെ മേൽ വരുന്നത്. കർത്താവിന് നമ്മോട് ദയ തോന്നിയിട്ട്, കർത്താവിന് നമ്മോട് കൃപ തോന്നിയിട്ട്, കർത്താവിന് നമ്മോട് കരുണ തോന്നിയിട്ട് നമ്മെ ഓരോരുത്തരെയും, ഹല്ലേലൂയ, ഉന്നതമായ വിളി സ്തോത്രം, നമ്മുടെ ഓരോരുത്തരുടെ മേലും വന്നിരിക്കുകയാണ്, സ്തോത്രം. മാത്രമല്ല, ഈ വിളി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ആയുഷ്കാലം മുഴുവൻ ഈ വിളിക്ക് മുൻപിൽ നമ്മൾ സമർപ്പണത്തോടെ ആയിരിക്കണമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, സ്തോത്രം. ആ പാട്ടുകാരനോട് ചേർന്ന് നമുക്കും പാടാം, പ്രിയരെ. ഉന്നത വിളിയാൽ വിളിച്ചു നമ്മെ, സ്തോത്രം, ഹല്ലേലൂയ. ചോദിച്ചത് ഉള്ളിൽ പോലും നനച്ച ഒരു കാര്യമല്ല, നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കലും ചിന്തയിൽ പോലും വന്നിട്ടുള്ള ഒരു കാര്യമല്ല. ഈ വിളി നമ്മുടെ മേൽ വന്നത് അവിടുത്തെ ദയ കൊണ്ട് മാത്രമാ, അവിടുത്തെ കരുണ കൊണ്ട് മാത്രമാ, സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആയുഷ്കാലം മുഴുവൻ ഈ വിളിക്ക് മുൻപിൽ സമർപ്പണത്തോടെ ആയിരിക്കുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഓരോരുത്തർക്കും ദൈവപാദപീഠത്തിലായിരിക്കാം. വിശുദ്ധ വേദപുസ്തകം നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഭാഗങ്ങളിൽ നമുക്ക് ഈ വിളി കാണുവാനായി കഴിയുന്നുണ്ട്. പ്രത്യേക ആളുകളെ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിന്നും വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ മനസ്സിലാക്കുവാനായി കഴിയും. എന്നിട്ട് വിളിച്ചു വേർതിരിച്ചിട്ട് അവരെ ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നത് നമുക്ക് കാണുവാനായി കഴിയും. അവരെ അനുഗ്രഹിച്ച് ആ ദൗത്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞയക്കുന്നത് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കുവാനായി സാധ്യമാണ്. നോക്കിക്കേ പ്രിയരെ, അങ്ങനെ എത്ര ഭക്തന്മാരാണ് വിശുദ്ധ വേദപുസ്തകത്തിലുള്ളത്. അബ്രഹാം, മോശ, സ്തോത്രം, യെശയ്യാവ്, യിരെമ്യാവ്, ഹല്ലേലൂയ, ആമോസ് എന്ന് വേണ്ട ഒത്തിരി ശുശ്രൂഷകരെ, ഒത്തിരി പ്രവാചകരെ ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട്
ആ ദൗത്യങ്ങൾ ഏൽപ്പിക്കേണ്ടതിന് വേണ്ടി വിളിച്ച് വേർതിരിക്കുന്നത് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ പരിശോധിച്ചാൽ മനസ്സിലാക്കുവാനായി സാധിക്കും. നോക്കിക്കേ, ഇവരൊക്കെയും നമ്മെ പോലെ തന്നെയുള്ള മനുഷ്യരാണ്. ഒത്തിരി തടസ്സങ്ങൾ ഈ വിളിക്ക് മുൻപിൽ പറയുന്നവരാണ്, അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. നമ്മെ പോലെ തന്നെ ചില യോഗ്യത ഇല്ലായ്മകൾ, ചില അയോഗ്യതകൾ ദൈവസന്നിധിയിൽ നിരത്തിവെക്കുന്ന സ്വഭാവമുള്ളവരാണ്, അല്ലേ? സ്തോത്രം. പക്ഷേ ദൈവം നമ്മെ, സ്തോത്രം, ഹല്ലേലൂയ, യോഗ്യരായി കണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അയോഗ്യതകളെ എല്ലാം മാറ്റി നിർത്തി ഒരു ദൗത്യത്തിന് വേണ്ടി ദൈവം നമ്മളെ യോഗ്യരായി കണ്ടിട്ടുണ്ടെങ്കിൽ, അയോഗ്യതകൾ പറഞ്ഞ് ഒഴികഴിവുകൾ പറഞ്ഞ് സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് മാറി നിൽക്കുവാൻ എന്താണ് പ്രിയരെ അവകാശം? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നമ്മെ ഒരു ദൗത്യത്തിന് വേണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മെ ഒരു ശുശ്രൂഷ ഏൽപ്പിക്കുവാനായി ആഗ്രഹിച്ച് വിളിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അയോഗ്യതകൾ അവിടെ തടസ്സമാകാതെ ആ അയോഗ്യതകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ദൈവം നമ്മളെ യോഗ്യരായി എണ്ണിക്കൊണ്ടാണ് അതിനു വേണ്ടി വിളിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. അല്ല, അങ്ങനെ ഒഴിഞ്ഞു മാറുവാൻ നാം ആഗ്രഹിച്ചു എന്നാലും സ്തോത്രം, നമ്മുടെ ദൈവം അതിന് നമ്മെ അനുവദിക്കാതെ നമ്മെ ചേർത്ത് നിർത്തി നമ്മെക്കുറിച്ച് ആഗ്രഹിച്ചത് നമ്മിലൂടെ നിവർത്തിക്കുവാൻ വേണ്ടി പ്രത്യേകം അഭിഷേകം ചെയ്ത് പ്രത്യേകം അനുഗ്രഹം തന്ന് ആ ഒരു ദൗത്യം ഏൽപ്പിച്ച് അതിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു ദൈവമാ. എത്ര സ്നേഹവാനായ ഒരു ദൈവം! സ്തോത്രം. എത്രത്തോളം നമ്മെക്കുറിച്ച് സ്തോത്രം കരുതലുള്ള ഒരു ദൈവം! സ്തോത്രം, ഹല്ലേലൂയ. എത്രത്തോളം ആത്മാർത്ഥതയോടെ നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവം! സ്തോത്രം. ഈ ലോക മനുഷ്യർക്ക് കഴിയാത്തത് നമ്മുടെ ദൈവത്തിന് സാധ്യമാണ് എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണമേ. ദൈവവിളിക്ക് യോഗ്യരായി ദൈവം നമ്മെ എണ്ണുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മെ വിളിച്ചിരിക്കുന്ന വിളി എന്ന് പറയുന്നത് ഒരിക്കലും അത് മറ്റൊരാളിലേക്ക് പോകുന്ന വിളിയല്ല. നമ്മെ വിളിച്ചിരിക്കുന്ന വിളി എന്ന് പറയുന്നത് നമ്മെ മാറ്റി നിർത്തി വേറൊരാളിലേക്ക് പകരപ്പെടുന്ന അല്ലെ വേറൊരാളിലേക്ക് പോകുന്ന ഒരു വിളിയല്ല. നമ്മെക്കുറിച്ചുള്ള ദൈവിക പ്ലാൻ അത് നമ്മിൽ തന്നെ നിൽക്കുവാൻ ഇടയാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ആ വിഷയത്തിൽ ദൈവം യോഗ്യരായി കണ്ടിരിക്കുന്നത് നമ്മെ മാത്രമാണ്, പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. അത് ഉത്തരവാദിത്വ ബോധത്തോടെ ചെയ്യുവാൻ തക്കവണ്ണം നാം തയ്യാറാവുക എന്നുള്ളതാണ് ആ വിളിക്ക് പിന്നിൽ ദൈവം നമ്മിലൂടെ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മെ എന്തിനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്? അത് നാം ആദ്യം തന്നെ ഒന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മെ എന്തിനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്? ഏതൊരു അനുഭവത്തിലേക്കാണോ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്? സ്തോത്രം. ആ അനുഭവത്തിൽ നമ്മൾ കൊള്ളാമെന്ന് ദൈവം കണ്ടുകൊണ്ടാണ് ആ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഒരിക്കലും ആ അനുഭവത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ, അത് മറ്റൊരാളിലേക്ക് കൈമാറുവാൻ നമുക്കിവിടെ അവകാശമില്ല എന്നുള്ളത് നാം ഒന്നാമതായിട്ട് മനസ്സിലാക്കണം. ആ അനുഭവത്തിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്നതിനാൽ നാം തന്നെ സ്തോത്രം, ശുശ്രൂഷകൾ, ആ ദൗത്യം ഏറ്റെടുത്ത് ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ യോഗ്യതയല്ല കർത്താവ് നോക്കുന്നത്. പാട്ടുകാരൻ പാടിയതുപോലെ ദയ തോന്നി, കൃപ തോന്നി, കരുണ തോന്നി നമ്മെ ഉന്നതമായി വിളിച്ചിരിക്കുകയാണ്, നമ്മെ ശ്രേഷ്ഠമായി വിളിച്ചിരിക്കുകയാണ്. ഉത്തമമായ ഒരു വിളി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആർക്കാണ് ഈ ലോകത്തിൽ അപ്രകാരം നമ്മെ വിളിക്കുവാൻ സാധ്യമാകുന്നത്? ഒരു ദൗത്യം ഏൽപ്പിക്കുവാൻ, ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുവാൻ നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ മേലുദ്യോഗസ്ഥർക്കോ ഏതെങ്കിലും നേതൃത്വ നിരയിലിരിക്കുന്നവർക്കോ നമ്മെ ഇതുപോലെ ശ്രേഷ്ഠകരമായ ഒരു വിളിക്കുവാൻ സാധ്യമായി തീരുമോ? അപ്പോൾ കർത്താവിന്റെ കൃപയാണ് നമ്മിലേക്ക് ഈ വിളി വരുവാൻ കാരണമായിരിക്കുന്നത് എന്ന് നാം ആദ്യം തന്നെ മനസ്സിലാക്കുക. അതിലുപരി കർത്താവ് നമ്മെ ആഴമായും വിശ്വസിക്കുകയാണ്. ഈ ഒരു കാര്യം എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചാൽ അത് നാം ഭംഗിയായി ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പ് ദൈവത്തിന് നമ്മെക്കുറിച്ചുണ്ട്, ഒരു വിശ്വാസം ദൈവത്തിന് നമ്മെക്കുറിച്ചുണ്ട്. അത് ഏത് എന്നുള്ളത് നാം തന്നെ ഒന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. വേറൊരാൾ
വേറൊരാൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നതുകൊണ്ടോ വേറൊരാൾ അതേക്കുറിച്ച് നമ്മളെ ബോധവതികളാക്കിയത് കൊണ്ടോ നാം അത് മനസ്സിലാക്കണമെന്നില്ല. അത് ഏത് എന്നുള്ള കാര്യം നാം തന്നെ ഈ ദിവസങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നാം തന്നെ ഈ ദിവസങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചിന്ത, ഒരു ബോധം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ദിവസങ്ങൾ വരേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നാം ഒരിക്കലും ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല പ്രിയരെ, ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാണ്. എന്താണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നത്? നാം ഒരിക്കലും നമ്മുടെ കർത്താവിനെ തേടിപ്പോയതല്ല, ദൈവം കർത്താവ് നമ്മെ, നമ്മുടെ ജീവിതത്തെ തേടി വന്നതാണ് എന്നാണ്. എന്തിനു വേണ്ടിയാണ്? സ്തോത്രം. ചില കാര്യങ്ങൾ നമ്മെ ചില കാര്യങ്ങളിൽ നമ്മെ യോഗ്യതയുള്ളവരാക്കുവാൻ വേണ്ടി, ചില ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടെ നമ്മെ ഏൽപ്പിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾക്ക് തരുവാൻ വേണ്ടിയാണ് ഹല്ലേലൂയ നമ്മുടെ ദൈവം നമ്മെ തേടി വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഒരു തിരഞ്ഞെടുപ്പ്, ഈ ഒരു സ്തോത്രം, ഹല്ലേലൂയ, തേടി വരൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായി എങ്കിൽ നമ്മളെ പോലെ ഹല്ലേലൂയ ഭാഗ്യവന്മാർ ഈ ലോകത്തിൽ വേറെ ആരാണ് പ്രിയരെ? പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങൾ അതൊന്ന് തിരിച്ചറിയട്ടെ, ആഴമായി അതേക്കുറിച്ചൊന്ന് ചിന്തിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നാം ആയിരിക്കുന്ന ഓരോ അനുഭവങ്ങളിലും ഇന്ന് നാം ആയിരിക്കുന്നത് ദൈവം നമ്മെ അതിലേക്ക് വിളിച്ചത് കൊണ്ടാണ്. നാം വിചാരിക്കും നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ മിടുക്ക് കൊണ്ട്, നമ്മുടെ പ്രാപ്തി കൊണ്ട്, നമ്മുടെ പണം കൊണ്ട്, നമ്മുടെ സൗന്ദര്യം കൊണ്ട്, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട്, നമ്മുടെ കുടുംബ ശ്രേഷ്ഠത കൊണ്ടൊക്കെയും നാം ആയിരിക്കുന്ന ഓരോ അനുഭവത്തിലും നാം എത്തപ്പെട്ടതാണ് എന്ന്. ഒരിക്കലുമല്ല. ഒരുപക്ഷെ പ്രാർത്ഥിക്കുവാനായിരിക്കും നമ്മെ ദൈവം തിരഞ്ഞെടുത്തത്. ഒരുപക്ഷെ ഒരു കുടുംബം ഭരിക്കുവാൻ വേണ്ടിയായിരിക്കും ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. ഒരുപക്ഷെ ഒരു ഭാര്യ പദവി അലങ്കരിക്കുവാൻ, മക്കൾക്ക് അമ്മയായി മക്കൾക്ക് അപ്പനായി നിൽക്കുവാനായിരിക്കാം ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഏത് നിസ്സാര കാര്യവും അത് നിസ്സാരമായി കാണാതെ, സ്തോത്രം, ദൈവത്തിന്റെ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശത്തെക്കുറിച്ച്, പ്ലാനിനെ കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഏത് നാം നിസ്സാരമെന്ന് കാണുന്ന വിഷയവും പ്രാധാന്യമുള്ളതായി കാണുവാൻ നമുക്ക് സാധ്യമായി തീരും. ഒരുപക്ഷെ അനേകർക്ക് ആശ്വാസം പകരുവാനാകും ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. അനേകർക്ക് ഒരമ്മയായി, അനേകർക്ക് ഒരു പിതാവായി നിൽക്കുവാനായിരിക്കാം ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. എന്തിലാണോ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത് ആ ഉത്തരവാദിത്വങ്ങളെ വിശ്വസ്തയോടെ നിൽക്കുവാൻ ഞാനും നിങ്ങളും ഈ ദിവസങ്ങൾ തയ്യാറാകണം. അതിനെ പ്രാധാന്യമുള്ളതായി കാണുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീരണം. അങ്ങനെയെങ്കിൽ മാത്രമേ കർത്താവിന്റെ പദ്ധതി പ്രകാരം, സ്തോത്രം, കർത്താവ് കാണുന്ന യോഗ്യത നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായി തീരുകയുള്ളൂ. എന്തുമാകട്ടെ, ഏതിലുമാകട്ടെ, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അതിൽ നമ്മൾ വിശ്വസ്തരായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നമ്മൾ ഉത്തരവാദിത്വ ബോധത്തോടെ ചെയ്യുന്നവരായിരിക്കുക. നമ്മുടെ ദൈവം നമ്മെ അതിലേക്ക് യോഗ്യരായി കണ്ടുകൊണ്ടാണ് നമ്മെ അതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ള ബോധം ഈ ദിവസങ്ങൾ നമ്മിൽ ഓരോരുത്തരിലും ഭരിക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഏതിലേക്ക് വിളിച്ചിരിക്കുന്നുവോ അതിന് നാം യോഗ്യതയുള്ളവരാണോ എന്ന് ഒരു കാഴ്ചപ്പാട്, ആഴമായ ഒരു ചിന്ത ഈ ദിവസങ്ങൾ നമ്മൾ ഓരോരുത്തരും വരേണ്ടത് ആവശ്യമാണ്. നാം ആ വിളിയോട് വിശ്വസ്തത പുലർത്തുന്നവരായിരിക്കുന്നുവോ? നാം ആ വിളി ഉത്തരവാദിത്വ ബോധത്തോടെ ഏറ്റെടുത്തവരായിരിക്കുന്നുവോ? സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് കർത്താവ് നമ്മെ വിളിച്ച വിളിക്ക് യോഗ്യമായി നാം എണ്ണപ്പെടുന്നുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കാം. അതിനാധാരമായി ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി ഞാൻ എടുത്തിരിക്കുന്നത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗമാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗം. അതിപ്രകാരമാണ്: കർത്തൃസേവ നിമിത്തം വ്യർത്ഥനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണവിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ.
പ്രൈസ് ദി ലോർഡ്. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തെ കുറിച്ച് നമുക്കൊക്കെയും വ്യക്തമായും അറിയാം. സ്തോത്രം. ഇത് അപ്പോസ്തലനായ പൗലോസ് തന്നെ എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ് എന്ന് നാം മനസ്സിലാക്കുകയാണ്. ഈ ലേഖനത്തിൽ പ്രധാനമായും ക്രിസ്തുവിനോട് കൂടെ വിശ്വാസികൾ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ച് ചിത്രീകരിക്കപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നുണ്ട്. ദൈവസഭയെ സംബന്ധിക്കുന്ന ശ്രേഷ്ഠമായ ആത്മീയ സത്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ലേഖനമാണ് എഫെസ്യർക്ക് എഴുതിയ ലേഖനമെന്ന് നമുക്ക് മനസ്സിലാക്കാം. കൂടുതലായി ഈ ലേഖനത്തെ കുറിച്ചൊക്കെയും പറഞ്ഞ് സമയം നഷ്ടമാക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. സ്തോത്രം. നമ്മുടെ വിഷയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാനും ആ വിഷയത്തെക്കുറിച്ച് അല്പമായി സംസാരിക്കുവാനും ഞാൻ സമയം എടുക്കുകയാണ്. പ്രിയരെ, നാം ഇവിടെ വായിച്ചത് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യമാണ്. ഇതിൽ നാം മനസ്സിലാക്കുന്നത് വിളിച്ച വിളിക്ക് യോഗ്യമായി നടക്കുവാൻ സ്തോത്രം നമുക്ക് നൽകുന്ന ഒരു പ്രബോധനമായിട്ടാണ്. സ്തോത്രം. നമ്മളിവിടെ 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങൾ വായിച്ച് മനസ്സിലാക്കിയത്. വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവമക്കൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ വ്യക്തമായും വെളിപ്പെടുത്തി കാണിക്കുന്നത്. നമ്മുടെ വിളി എന്നത് ഉന്നതമായ ഒരു വിളിയാണ്. നമ്മുടെ വിളി എന്നത് ശ്രേഷ്ഠമായ ഒരു വിളിയാണ്. നമ്മുടെ വിളി എന്നത് ഉത്തമമായ ഒരു വിളിയാണ്. സ്തോത്രം. ഈ വിളി നമ്മിലേക്ക് വന്നത് നമ്മുടെ യാതൊരു യോഗ്യത കൊണ്ടുമല്ല. ദൈവത്തിന് നമ്മളോട് തോന്നിയ ദയനിമിത്തം, ദൈവത്തിന് നമ്മളോട് തോന്നിയ കൃപ നിമിത്തം, ദൈവത്തിന് നമ്മളോട് തോന്നിയ കരുണ നിമിത്തമാണ് ആ വിളി നമ്മിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം തന്നെ നമ്മൾ നോക്കിക്കേ. 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും. സ്തോത്രം. ഹല്ലേലൂയ. അതിപ്രകാരമാണ്, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നത് എന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ വിളിയാലുള്ള ആശ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതായത് അവന്റെ വിളിയെക്കുറിച്ചുള്ള ഉദ്ദേശം എന്ത് എന്ന് ഇവിടെ വ്യക്തമായും വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതായത് നമ്മുടെ വിളിക്ക് അനുസരിച്ച് നാം യോഗ്യരായി നടക്കണം എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കുകയാണ് അപ്പോസ്തലനായ പൗലോസ്. പ്രൈസ് ദി ലോർഡ്. 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നത്? നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മെ വിളിച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന് 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ വിളിച്ചു പറയുകയാണ്. എന്തിനാണ്? ഏക പ്രത്യാശയ്ക്കായി വിളിച്ചിരിക്കുന്നു. നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവമാണ് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക. നമ്മെ വിളിച്ചതിന്റെ പിന്നിൽ കർത്താവിനൊരു ഉദ്ദേശമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ വിളിക്കപ്പെട്ടവൻ സ്തോത്രം ക്രിസ്തുവിൽ യോഗ്യമാവണ്ണം നടക്കേണ്ടതും ആവശ്യമാണ് എന്ന് ഇവിടെ വ്യക്തമായും പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുകയാണ്. എന്താണ് നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളെന്ന് ഇവിടെ അക്കമിട്ട് എണ്ണി പറയുകയാണ്. ഒന്നാമതായിട്ട് പൂർണ്ണ വിനയമുണ്ടായിരിക്കണമെന്ന് വെളിപ്പെടുത്തുകയാണ്. രണ്ടാമതായിട്ട് ഇവിടെ പറയുക സൗമ്യത ഉണ്ടായിരിക്കണമെന്ന്. മൂന്നാമതായിട്ട് ഇവിടെ പറയുക ദീർഘക്ഷമ ഉണ്ടായിരിക്കണം. സ്തോത്രം. നാലാമതായി പറയുക സ്നേഹത്തിൽ അന്യോന്യ പൊറുക്കുവാൻ നമുക്ക് കഴിയണമെന്ന്. അഞ്ചാമതായിട്ട് പറയുന്നു ആത്മാവിന്റെ ഐക്യത നമ്മൾക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ആറാമതായിട്ട് പറയാ സമാധാനപരമായ ബന്ധങ്ങൾ നമുക്കുണ്ടാകണമെന്ന്. സ്തോത്രം. സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. പ്രൈസ് ഗോഡ്. സമാധാനപരമായ ബന്ധങ്ങൾ നമുക്കുണ്ടാകണമെന്ന് 4-ാം അധ്യായത്തിൽ വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിളിക്കപ്പെട്ടവരാണോ? നമ്മളുടെ ഈ വിളിക്കപ്പെട്ടവരാണ് എങ്കിൽ നമ്മളിൽ ഈ യോഗ്യതകളൊക്കെയും ഉണ്ടായിരിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മെ യോഗ്യരായി എണ്ണുന്നോ പ്രിയരെ?
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവവിളിയിൽ നമ്മെ യോഗ്യരായി എണ്ണുന്നു. നാം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുന്ന കാര്യങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? അങ്ങനെയെങ്കിൽ നമ്മെ ക്രിസ്തുവിൽ യോഗ്യരായി എണ്ണപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. നാം ചിന്തിക്കൂ പ്രിയരെ, നമ്മെ ക്രിസ്തേശുവിൽ യോഗ്യരായി ദൈവം കാണുന്നുണ്ടോ? ദൈവവിളിയിൽ നമ്മെ യോഗ്യരായി ദൈവം എണ്ണുന്നുണ്ടോ? പത്രോസിന്റെ ലേഖനത്തിൽ എന്താണ് പത്രോസ് പറയുന്നത്? നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവുമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ഇവിടെയും നാം കാണുന്നത് നാം അന്ധകാരത്തിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നാം ഇരുളിൽ ആയിരുന്നു. ആമേൻ. അവിടെ നിന്നുമാണ് കർത്താവ് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ആ കർത്താവ് സദ്ഗുണപൂർണനാണ്. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് അന്ധകാരത്തിൽ കിടന്ന ഇരുളിൽ കിടന്ന നമ്മെ സ്തോത്രം ഈ കർത്താവ് വിളിച്ച് അത്ഭുത പ്രകാശത്തിലേക്ക് നടത്തിയത്? അവിടെ തന്നെ വ്യക്തമാക്കുകയാണ് അത് സ്തോത്രം അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തരാക്കേണ്ടതിന് വേണ്ടി. സ്തോത്രം സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നമ്മളെ യോഗ്യരാക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം അന്ധകാരത്തിൽ നിന്ന് ഇരുളിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും വിളിച്ചു വേർതിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വിഷയം നമ്മൾ മനസ്സിലാക്കിയാണോ ഈ ദിവസങ്ങൾ നടക്കുന്നത്? നമ്മെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ഉത്തമമായ ബോധ്യം നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ ഉണ്ടോ പ്രിയരെ? എപ്രകാരമാണ് ദൈവവിളിക്ക് സ്തോത്രം നമ്മെ യോഗ്യരായി എണ്ണുന്നത്? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്താണ് ഈ സദ്ഗുണങ്ങൾ എന്ന് പറയുന്നത്? അതാണ് നമ്മൾ കേട്ടത് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ. ഹല്ലേലൂയ. എന്താണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് വിളിച്ചു പറയുന്ന ഈ സദ്ഗുണങ്ങൾ എന്ന് പറയുന്നത്? ഹല്ലേലൂയ. പൂർണ്ണമായ വിനയം. സ്തോത്രം. രണ്ടാമതായിട്ട് പറയുന്നു സൗമ്യത. 3 ദീർഘക്ഷമ. 4 സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക. ആത്മാവിന്റെ ഐക്യത. സമാധാനപരമായ ഇടപെടൽ. പ്രൈസ് ദി ലോർഡ്. ഈ സദ്ഗുണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇത് നമ്മിൽ ഉണ്ടോ എന്ന് ഇന്ന് പകൽക്കാലം നാം ഒന്ന് ചിന്തിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മിൽ ഉണ്ടോ പ്രിയരെ? ഇത് നമ്മളെ നിലനിർത്തി കൊണ്ടുപോകുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? നമുക്കതിന് കഴിയുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നമുക്ക് തന്നെ ചിന്തിക്കാം, ദൈവവിളിയിൽ നമ്മെ യോഗ്യരായി എണ്ണുന്നുവോ എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. നമ്മെ യോഗ്യരായി എണ്ണുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വേണ്ടതായ ചില കാര്യങ്ങൾ വ്യക്തമായും അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനങ്ങളിലൂടെ നമ്മളോട് വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. നാം തന്നെ വിചിന്തനം ചെയ്യട്ടെ നമ്മുടെ സാഹചര്യം ഏതേ എന്നുള്ളത്. പ്രിയരെ, ഈ സവിശേഷ ഗുണങ്ങൾ ഹല്ലേലൂയ നമ്മിൽ വരണമെങ്കിൽ, നമ്മിലൂടെ വ്യാജമല്ലാതെ അത് പ്രകടമാക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ, മറ്റുള്ളവർക്ക് അത് ഗുണകരമാക്കുവാൻ നമുക്ക് സാധ്യമാകണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ സ്തോത്രം നമ്മിലേക്ക് അത് വരണമെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു യേശുവിന്റെ പത്രമായി നിൽക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തേശുവിന്റെ ഭാവം നമ്മിൽ പ്രകടമാകേണ്ടത് ഈ ദിവസങ്ങൾ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നാം ആരാണ്? ദൈവത്താൽ വിളിക്കപ്പെട്ട ദൈവജനമാണ്. നമ്മളെ ദൈവവിളി യോഗ്യരായി എണ്ണപ്പെടുന്നവരെന്ന് നമ്മൾ പറയുമ്പോൾ ക്രിസ്തേശുവിന്റെ ഒരു പത്രമായി ലോകത്തിൽ നിൽക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? ക്രിസ്തേശുവിന്റെ ഭാവം നമ്മിലൂടെ പ്രകടമാക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? ഇല്ല എങ്കിൽ സ്തോത്രം ഹല്ലേലൂയ, കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു യോഗ്യതകൾ പോലും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളത് വ്യക്തമാവുകയാണ്. പ്രൈസ് ദി ലോർഡ്. പണം കൊടുത്തു വാങ്ങുവാൻ കിട്ടുന്നതല്ല ഈ യോഗ്യത. എന്തെങ്കിലും ഹല്ലേലൂയ മറ്റുള്ള ശ്രേഷ്ഠകരമായ അനുഭവങ്ങൾ നൽകിക്കൊണ്ട് നമുക്ക് ലഭിക്കുന്നതല്ല ഈ യോഗ്യത എന്ന് പറയുന്നത്. ദൈവവിളി നമ്മുടെ മേൽ വീണ് കഴിഞ്ഞാൽ ക്രിസ്തേശുവിനാൽ അവന്റെ ആത്മാവിനാൽ നമുക്ക് ലഭിക്കുന്നതാണ് ഈ യോഗ്യത എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമേ. ഒരിക്കലും വെറും പ്രഹസനങ്ങളായി നമ്മുടെ പ്രവൃത്തികളെ കാണാതെ ദൈവാത്മാവ് നമ്മിൽ പകർന്നു തന്ന ഈ നല്ല അനുഭവങ്ങൾ നമ്മിൽ നിന്നും നിലനിൽക്കുവാൻ ഇടയാകേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മിൽ നിന്നും പുറപ്പെടുവിക്കുവാൻ കഴിയേണ്ടത് ഈ ദിവസങ്ങൾ ആവശ്യമാണ്. നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ യോഗ്യതയ്ക്ക് ഒത്തവണ്ണം നാം യോഗ്യരായി തീരണം.
നമ്മെ വിളിച്ചിരിക്കുന്ന ക്രിസ്തേശുവിന്റെ യോഗ്യതയ്ക്ക് ഒത്തവണ്ണം, ക്രിസ്തേശുവിന്റെ മാതൃക നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ദിവസങ്ങൾ വെളിപ്പെട്ടു വരേണ്ടത് ആവശ്യമാണ്. ആ യോഗ്യതകൾ നമ്മിൽ ഈ ദിവസങ്ങൾ നിലനിൽക്കട്ടെ. ആ യോഗ്യതകൾ നമ്മിൽ ഈ ദിവസങ്ങൾ നിലനിൽക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ മധ്യേ അത് പ്രകടമാക്കുവാനും നമുക്ക് സാധ്യമായി തീരട്ടെ. നാമല്ല, മറ്റുള്ളവർ പറയട്ടെ ദൈവവിളിക്ക് യോഗ്യമാം വണ്ണം ആമീൻ അവരുടെ ജീവിതം നയിക്കപ്പെടുന്നു എന്നുള്ളത്. മറ്റുള്ളവർ പറയട്ടെ വാസ്തവമായും അവരിൽ ക്രിസ്തു ഉണ്ട് എന്ന്. മറ്റുള്ളവർ പറയട്ടെ ക്രിസ്തേശുവിന്റെ ഒരു പത്രമായിട്ട് അവർ ഈ ലോകത്തിൽ നിലനിൽക്കുന്നു എന്ന്. ക്രിസ്തേശുവിന്റെ പാപം അവരിലൂടെ പുറത്തു വരുന്നു എന്ന് മറ്റുള്ളവർ വിളിച്ചു പറയട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോഴാണ് കർത്താവ് നമ്മെ യോഗ്യരായി എണ്ണുന്നത്. അപ്പോഴാണ് ദൈവവിളിക്ക് യോഗ്യരായി നാം എണ്ണപ്പെടുന്നത്. നാം നമ്മെ വിളിച്ചവനായ കർത്താവിൽ വസിക്കുവാൻ തയ്യാറാകുമ്പോൾ ആ കർത്താവിന്റെ സ്വഭാവങ്ങൾ നമ്മിലും വെളിപ്പെടുവാനിടയായി തീരും. ആ കർത്താവിന്റെ സ്വഭാവങ്ങൾ നമ്മിലൂടെ പുറത്തേക്ക് ആമേ സ്തോത്രം പടരപ്പെടുവാനിടയായി തീരും. അല്ലെങ്കിൽ ആമേ സ്തോത്രം നമ്മെ വിളിച്ച കർത്താവിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ ആ സ്വഭാവങ്ങൾ, അതേ സ്വഭാവങ്ങൾ നമ്മിൽ കൂടെയും പ്രകടമാകുവാൻ ഇടയായി തീരുമെന്നുള്ള സംഗതി നാം മറക്കാതെ ഇരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം പറയുന്നില്ലേ, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ നാം ക്രിസ്തു യേശുവിന്റെ പരമ വിളിക്ക് യോഗ്യരായി തീരണമെങ്കിൽ ആമീൻ ക്രിസ്തുവിൽ വളരുവാൻ അതേ സ്വഭാവങ്ങൾ പ്രകടമാക്കുവാൻ കഴിയുന്നവർ ആകണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മെ യോഗ്യരായി എണ്ണുവാൻ സാധ്യമാകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആമീൻ. നമ്മുടെ കർത്താവും യേശുക്രിസ്തുവിന്റെ സദ്ഗുണങ്ങളെ വെളിപ്പെടുത്തുന്നവരായിരിക്കണം നാം ഓരോരുത്തരും. ദൈവ വിളി കേട്ട് ഇറങ്ങിയവർ ഓരോരുത്തരും ആ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം ആമിസ്തോത്രം ഒരുക്കമുള്ളവരായിരിക്കണം. കാരണം നാം കിടന്നത് എവിടെയാണ്? അന്ധകാരത്തിലായിരുന്നു. നാം കിടന്നത് എവിടെയാണ്? ഇരുളിൽ തപ്പിത്തടിയുന്ന അവസ്ഥയിലായിരുന്നു. എന്നാൽ അവിടെ നിന്നും ആമീൻ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം എന്തിനു വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്? ആ ദൈവത്തിന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങൾ അത് മറക്കാതെ ഇരിക്കട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്, എന്നാൽ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, യേശുവും മഹാപുരോഹിതൻ എന്ന സ്ഥാനം സ്വതവേ എടുത്തതല്ല എന്ന്. സ്തോത്രം, ഹല്ലേലൂയ. ആമീൻ, സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം. ആമീൻ. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തതല്ല. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം അയോഗ്യരായിരിക്കുമ്പോൾ തന്നെ ഒരു ദൗത്യത്തിന് വേണ്ടി ദൈവം നമ്മെ കണ്ടുകൊണ്ട് ദൈവം അതിലേക്ക് നമ്മെ വിളിച്ച് വേർതിരിച്ച അനുഭവം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സ്വതവേ എടുക്കുവാൻ കഴിയാത്ത അല്ലെങ്കിൽ സ്വതവേ ലഭിക്കാത്ത ഒരു വിളി അത് ദൈവത്താൽ നമ്മിലേക്ക് കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ വിളിയിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറുവാൻ ഈ ലോകത്ത് സാധ്യമല്ല പ്രിയരെ. ഒഴികൊഴിവ് പറയുവാനോ അയോഗ്യതകൾ പറഞ്ഞ് മാറി നിൽക്കുവാനോ നമുക്കിവിടെ സാധ്യമാകുകയില്ല. ദൈവവിളി നമ്മിലേക്ക് കടന്നു വന്നു എങ്കിൽ പൂർണ്ണമായും അതിന് വിധേയപ്പെടുവാൻ, പൂർണ്ണമായും അതിനുവേണ്ടി സമർപ്പിക്കുവാൻ, ആ ഉത്തരവാദിത്വങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുവാൻ, വിശ്വസ്തയോടെ അത് ചെയ്യുവാൻ തക്കവണ്ണം നമ്മെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മനോഭാവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. 7-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിലേക്ക് ഒന്ന് നോക്കുമ്പോൾ അവിടെ നാം എന്താണ് കാണുന്നത്? മോശെ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആമീൻ. മിസ്രയീം സൈന്യത്തിന്റെ തലവനും മിസ്രയീം സൈന്യത്തെ ആക്രമിച്ച എത്യോപ്യൻ സേനയെ പരാജയപ്പെടുത്തിയവനുമാണ് ഇദ്ദേഹം.
പ്രൈസ് ദി ലോർഡ്. നമുക്കേവർക്കും അതറിയാം. ഒരു ദിവസം മോശ ഇസ്രായേലരായ തന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെല്ലുമ്പോൾ അവരിൽ ഒരാളോട് ഒരു ഈജിപ്തുകാരൻ അന്യായം ചെയ്യുന്നത് മോശ കാണുകയും ഉടനെ മോശയുടെ രക്തം തിളയ്ക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഈജിപ്തുകാരനോട് സ്തോത്രം, ഹല്ലേലൂയ, മോശയ്ക്ക് സ്തോത്രം, ഹല്ലേലൂയ, പെട്ടെന്ന് കോപമുണ്ടായിട്ട് ഇസ്രായേൽക്കാരനെ സഹായിക്കുകയും ഈജിപ്തുകാരനെ അവിടെ അടിച്ചു കൊല്ലുകയും ചെയ്ത പ്രവൃത്തി നമുക്ക് ഏവർക്കും അറിയാം. ഇവിടെ മോശ ചിന്തിച്ചത് എന്താണെന്നറിയാമോ? സ്തോത്രം, അവരുടെ നേതാവായി ദൈവം തന്നെയാണ് നിയമിച്ചിരിക്കുന്നത് എന്ന്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനം ഈ ഒരു പ്രവൃത്തി കൊണ്ട് കരുതുമെന്നാണ് മോശ അവിടെ ചിന്തിക്കുവാനിടയായത്. പക്ഷേ അവർ അങ്ങനെ അവിടെ കരുതിയില്ല. മോശയ്ക്ക് അപ്പോഴും ഒരു ദൈവഭൃത്യന് വേണ്ടിയതായ യോഗ്യത ഒന്നും സ്തോത്രം ലഭിച്ചിരുന്നില്ല. അല്ലെങ്കിൽ അതിനു വേണ്ട യോഗ്യത എന്താ എന്ന് മോശ അപ്പോഴും തിരിച്ചറിഞ്ഞിരുന്നില്ല എന്ന് നമുക്ക് ആ ഒരു പ്രവൃത്തിയിലൂടെ അവിടെ മനസ്സിലാക്കുവാനായി സാധിക്കും. അങ്ങനെ അവിടെ നിന്നും ദൈവം മോശയെ തന്റെ സ്വയത്തിലുള്ള ആശ്രയത്തിൽ നിന്നും, തന്റെ മാനുഷിക ശക്തിയിൽ നിന്നും, തന്റെ സ്വയം ജ്ഞാനത്തിൽ നിന്നും ഒക്കെയുള്ള സ്തോത്രം വിശ്വാസത്തിൽ നിന്നൊന്ന് തിരിപ്പിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ദൈവാശ്രയത്തിലേക്ക് നടത്തേണ്ടതിനു വേണ്ടി, അല്ലെങ്കിൽ ആ ദൈവ വഴിയെക്കുറിച്ചൊന്ന് ബോധ്യമാക്കി കൊടുക്കേണ്ടതിന് വേണ്ടി, ദൈവ വഴി ഒന്ന് പഠിപ്പിക്കേണ്ടതിന് വേണ്ടി മരുഭൂമിയിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് വ്യക്തമായും മനസ്സിലാക്കുവാനായി സാധിക്കും. ഇവിടെ എന്താണ് സൂചിപ്പിക്കുന്നതെന്നറിയാമോ? നമ്മുടെ സ്വയം കഴിവ് കൊണ്ട്, നമ്മുടെ കായിക ബലം കൊണ്ട്, നമ്മുടെ ജ്ഞാനം കൊണ്ട്, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട്, നമ്മുടെ പണം കൊണ്ട് സ്തോത്രം നമ്മൾക്ക് ചില യോഗ്യതകൾ ദൈവം നൽകും എന്ന് നാം ചിന്തിച്ചാൽ നമ്മൾ അവിടെ പരാജയപ്പെട്ടു പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മോശയ്ക്ക് സംഭവിച്ചതും അതാണ്. അദ്ദേഹം വിചാരിച്ചു ഈ ഒരു പ്രവൃത്തി താൻ ചെയ്യുന്നത് കൊണ്ട് ഇസ്രായേൽ ജനം തങ്ങൾക്ക് നേതാവായി മോശയെ ദൈവം നിയമിച്ചിരിക്കുകയാണ് എന്ന് ചിന്തിക്കുമെന്നാണ് മോശ ചിന്തിച്ചിരുന്നത്. എന്നാൽ അതങ്ങനെ സംഭവിക്കുവാൻ ഇടയായി തീർന്നില്ല. അപ്രകാരം മോശയെ വീണ്ടും ദൈവം വിളിക്ക് യോഗ്യനാക്കി തീർക്കേണ്ടതിന് അവിടെ നിന്നും മരുഭൂമിയിലേക്ക് നടത്തുന്ന ഒരു സാഹചര്യമാണ് നാം ആ ഭാഗത്ത് കാണുന്നത്. അപ്രകാരം മോശയെ പണിതെടുക്കേണ്ടതിന് വേണ്ടി, അപ്രകാരം മോശയെ ഒരുക്കിയെടുക്കേണ്ടതിന് വേണ്ടി ഏകദേശം 40 വർഷത്തോളം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മരുഭൂമിയിൽ നടത്തുവാനിടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, സ്തോത്രം, ഇന്നും നമ്മുടെ ജീവിതത്തിലും നടക്കുന്ന ചില പണികൾ, സ്തോത്രം, ഹല്ലേലൂയ, നാം ആഗ്രഹിച്ച നിലയുറപ്പിച്ചിരിക്കുന്ന ചില വഴികൾ മാറി യാത്ര ചെയ്യേണ്ടി വരുന്ന അനുഭവങ്ങൾ, പ്രൈസ് ദി ലോർഡ്, സ്വയത്തിലുള്ള, ജഡത്തിലുള്ള, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ അഹന്തയുടെ അനുഭവങ്ങൾ, നമ്മുടെ നിഗളത്തിന്റെ അനുഭവങ്ങൾ മാറുവാൻ വേണ്ടി ഉള്ളതാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണമേ. ഒരുപക്ഷെ പണിയുടെ സാഹചര്യങ്ങൾ, ഒരുക്കപ്പെടലിന്റെ സാഹചര്യങ്ങൾ വഴിമാറി നമ്മളെ മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ മാറ്റി യാത്ര ചെയ്യിക്കുന്ന ആ സാഹചര്യങ്ങൾ നമുക്കല്പം വേദന ഉളവാക്കുന്നതാണ് എങ്കിലും അത് ദൈവത്തിന് പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. നമ്മെ ഒരുക്കിയെടുക്കുവാൻ വേണ്ടിയാണ്, നമ്മെ പണിതെടുക്കുവാൻ വേണ്ടിയാണ്, കർത്താവിൽ യോഗ്യതയുള്ളവരാക്കി തീർക്കുവാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യം നാം വ്യക്തമായും ഈ ദിവസങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ എന്ന ഭാവം മാറി ക്രിസ്തുവിൽ നമ്മെ തികഞ്ഞവരാക്കുവാൻ വേണ്ടിയാണ് സ്തോത്രം ഈ പണികളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഈ ഒരുക്കലിന്റെ അനുഭവങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഈ ലോകത്തിൽ എന്തെല്ലാം യോഗ്യതകൾ നമുക്കുണ്ട് എങ്കിലും സ്തോത്രം അതൊന്നും ക്രിസ്തുവിൽ വളർന്നു വരുവാൻ, അല്ലെങ്കിൽ ദൈവവിളിക്ക് യോഗ്യരായി എണ്ണുവാൻ കാരണമാകയില്ല എന്ന് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ് ഇപ്രകാരമുള്ള ചില പണികൾ, ചില ഒരുക്കങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നാം ആഗ്രഹിച്ച നിലയുറപ്പിച്ചിരുന്ന ചില അനുഭവങ്ങളെ വേഗത്തിൽ വിട്ടുമാറേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് സ്തോത്രം ദൈവം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന് യോഗ്യമാവണ്ണം, ദൈവ വിളിക്ക് യോഗ്യമാവണ്ണം നമ്മളെ ഓരോരുത്തരെയും ആക്കിയെടുക്കേണ്ടതിന് വേണ്ടിയാണ്. ഇവിടെ നോക്കൂ, മോശയുടെ ജീവിത അനുഭവത്തിൽ കൂടി ദൈവം തിരഞ്ഞെടുക്കുന്ന, അല്ലെങ്കിൽ ദൈവം വിളിച്ച് വേർതിരിക്കുന്ന നേതാക്കന്മാർ തക്ക സമയത്ത് അതിനായി ഒരുക്കപ്പെടാതെ ഇരുന്നാൽ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, അവർ നിമിത്തം ദൈവിക പദ്ധതികളും താമസിക്കുകയാണ്. അവർ നിമിത്തം ദൈവിക പദ്ധതികൾക്ക് തടസ്സം കടന്നു വരികയാണ്.
പ്രൈസ് ദി ലോർഡ്. ദൈവം ആഗ്രഹിക്കുന്ന നേതാക്കന്മാർ, ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന നേതൃസ്ഥാനത്ത് നിൽക്കേണ്ടവർ, ആമീൻ, ആ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് കടന്നു വരാതെ ഇരുന്നാലും, ദൈവ വിളിക്ക് യോഗ്യരായി മാറാതെ ഇരുന്ന് കഴിഞ്ഞാൽ, സ്തോത്രം, ഹല്ലേലൂയ, അവർ നിമിത്തം ദൈവിക പദ്ധതികൾ അവിടെ താമസിക്കുന്ന അനുഭവം, ദൈവിക പദ്ധതികൾക്ക് തടസ്സം വരുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാനായി സാധിക്കും. നമ്മുടെ ഇഷ്ടപ്രകാരം, നമ്മുടെ സമയം അനുസരിച്ചല്ല നാം ദൈവിക പദ്ധതികൾ ഏറ്റെടുക്കുന്നതും അത് ചെയ്യുവാൻ ഒരുങ്ങുന്നതും എന്ന് നാം മനസ്സിലാക്കണം. പലപ്പോഴും നമുക്ക് പലവിധമായ അനുഭവങ്ങൾ പറയുവാനുണ്ടാകാം, പലവിധ തടസ്സങ്ങളും സാഹചര്യങ്ങളും പറയുവാനുണ്ടാകാം. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവിക പദ്ധതിക്ക് വേണ്ടി നമ്മെ കണ്ടിരിക്കുമ്പോൾ അതിനുവേണ്ടി വിശ്വസ്തയോടെ നിൽക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇഷ്ടപ്രകാരമല്ല പ്രിയരെ നാം അത് ചെയ്യേണ്ടത്. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ അയോഗ്യതകളെ മാറ്റി നിർത്തി നമ്മെ യോഗ്യരാക്കി ഒരു ദൗത്യത്തിന് വേണ്ടി ദൈവം നമ്മെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ദൗത്യം പൂർണ്ണ വിശ്വസ്തയോടെ ഏറ്റെടുത്ത് ചെയ്യുവാൻ നാം ഓരോരുത്തരും ഈ ദിവസങ്ങൾ സന്നദ്ധരാകേണ്ടത് ആവശ്യമാണ്. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയത്താണ് നാം അത് ചെയ്യുവാനായി ഒരുങ്ങേണ്ടത്, നമ്മുടെ സമയത്തല്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മോശയെ പോലെ സ്തോത്രം നാമും പലപ്പോഴും ദൈവിക ഉപദേശങ്ങളിൽ അഭ്യാസം തികഞ്ഞവരായിരിക്കും. ദൈവിക ആലോചന അറിയാവുന്നവരാണ്. സ്തോത്രം, ഹല്ലേലൂയ. പ്രസംഗമൊക്കെ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുവാൻ കഴിവുള്ളവരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നന്നായി നമുക്ക് പ്രാർത്ഥിക്കുവാൻ അറിയുമായിരിക്കും, നന്നായി നമുക്ക് പാടുവാൻ അറിയാമായിരിക്കാം, ശക്തമായി സുവിശേഷം പറയുവാൻ നമുക്കറിയാമായിരിക്കാം. പരിശുദ്ധാത്മാവിൽ അഭിഷക്തരാണ് എന്നും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമൊക്കെ നമ്മൾ ശക്തരാണെന്നൊക്കെയും പലപ്പോഴും നമ്മൾ അഹങ്കാരത്തോടെ ചിന്തിക്കുന്നവരായിരിക്കും, അല്ലെ നിഗളത്തോടെ ചിന്തിക്കുന്നവരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരോട് സഹതാപം കാണിക്കുവാനും താഴ്മയോടെ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും ഒക്കെ മോശയെ പോലെ നമുക്കും കഴിഞ്ഞിരിക്കാം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നാം ഒന്ന് ചിന്തിച്ചേ, ദൈവം ആഗ്രഹിക്കുന്ന യോഗ്യത ഇതൊക്കെയാണോ? ഇതൊന്നുമല്ല പ്രിയരെ. ഈ യോഗ്യതകളിൽ മിക്കതും നമ്മുടെ മത നേതാക്കളിലും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളിലും മറ്റിതര നേതാക്കളിലുമൊക്കെ നമ്മൾ കാണുന്നതല്ലേ. 2 മണിക്കൂറൊക്കെ തങ്ങളുടെ പ്രസംഗങ്ങൾക്ക് മുൻപിൽ അണികളെ പിടിച്ചിരുത്തുവാൻ കഴിവുള്ള മത നേതാക്കൾ നമ്മുടെ ചുറ്റുപാട് നമ്മളില്ലേ, കാണുന്നില്ലേ? രാഷ്ട്രീയ നേതാക്കളെ നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്നില്ലേ? പ്രിയരെ, നമ്മുടെ സ്വാഭാവിക കഴിവുകൾ അല്ല ദൈവ വിളിക്ക് നമ്മെ യോഗ്യരായി കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മുടെ സ്വാഭാവികമായ കഴിവുകളല്ല ദൈവ വിളിക്ക് മുൻപിൽ, ഹല്ലേലൂയ, ദൈവം നമ്മെ യോഗ്യതയുള്ളവരായി കാണുന്നത്, അല്ലെ മനസ്സിലാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മെ യോഗ്യതയുള്ളവരായി എണ്ണപ്പെടണമെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ, അപ്പോസ്തലനായ പൗലോസ് എഫെസ്യ ലേഖനത്തിലൂടെ അത് നമ്മളോട് വിളിച്ചറിയിച്ചുവല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. ആ യോഗ്യതകളൊക്കെയും ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നവരായി തീരണം നാം ഓരോരുത്തരും. നാം ഇവിടെ എല്ലാം ഹല്ലേലൂയ തകരപ്പെടേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നാം ഇവിടെ എല്ലാം ഒന്ന് പണിയപ്പെടേണ്ടത് ആവശ്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ക്രിസ്തുവിൽ നാം യോഗ്യതയുള്ളവരായി മാറുകയുള്ളൂ എന്നുള്ളത് നാം മനസ്സിലാക്കുക. ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം നാം യോഗ്യതയുള്ളവരാണ് എന്ന് പലപ്പോഴും നമുക്ക് സ്വയം തോന്നിയേക്കാം. പക്ഷേ ദൈവം അങ്ങനെ ചിന്തിക്കണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. നാം തകർക്കപ്പെടുന്നത് വരെ, സ്തോത്രം, നാം പണിയപ്പെടുന്നത് വരെ, സ്തോത്രം, ഹല്ലേലൂയ, നാം ഒരുക്കപ്പെടുന്നത് വരെ, അതുവരെയുമുള്ള നമ്മുടെ എല്ലാ ശുശ്രൂഷകളും ദൈവം അംഗീകരിക്കുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് പുസ്തകത്തിലേക്കൊന്ന് നോക്കിക്കേ. സ്തോത്രം, 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നാം ഒന്ന് നോക്കുകയാണെങ്കിൽ ഒരുക്കപ്പെട്ട മോശയുടെ വാക്കുകൾ നമുക്ക് അവിടെ കേൾക്കുവാനായി സാധിക്കും. മോശ എന്താണ് അവിടെ പറയുന്നത്? കർത്താവേ, എനിക്ക് സംസാരിക്കുവാൻ കഴിവില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. 40 വർഷം കൊണ്ട് മോശ സ്തോത്രം താഴ്മ ധരിക്കുന്ന ഒരനുഭവമാണ് നമുക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നത്. അതിനു മുൻപുള്ള മോശയെ നോക്കിക്കേ. ഒരു ഈജിപ്തുകാരനെ അടിച്ച് കൊന്ന മോശ,
തൻ്റെ യോഗ്യത അല്ലെങ്കിൽ തൻ്റെ കഴിവ്, തൻ്റെ ജ്ഞാനം, തൻ്റെ ബുദ്ധി, ഹല്ലേലൂയ, തന്നിലെ ആ സ്വയാശ്രയമൊക്കെയും വെളിപ്പെടുത്തി കാണിച്ച മോശ 40 വർഷം കൊണ്ട് തകരപ്പെട്ട അനുഭവത്തിൽ, പണിയപ്പെട്ട അനുഭവത്തിൽ വിളിച്ചു പറയുകയാണ്, ദൈവമേ, എനിക്ക് സംസാരിക്കുവാൻ കഴിവില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. തന്റെ സ്വയാശ്രയം അവിടെ നഷ്ടമാക്കുകയാണ്. ഞാൻ എന്ന ഭാവം, അഹന്തയുടെ അനുഭവം, നിഗളത്തിന്റെ അനുഭവം, സ്വന്തം കഴിവുകൊണ്ട് സകലതും സാധ്യമാക്കുമെന്നുള്ള ചിന്ത അവിടെ മോശയിൽ അവസാനിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവസനയിൽ മോശ സമർപ്പിക്കപ്പെടുകയാണ്. ദൈവസനയിൽ മോശ വിധേയപ്പെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. താൻ ഏറ്റുപറയുകയാണ്. താൻ താഴ്ത്തി സമർപ്പിച്ചു കൊടുക്കുക ദൈവകരങ്ങളിലേക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവകരങ്ങൾ ഒരു കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ, ദൈവത്തിന് സ്വയം നമ്മെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കുന്നവരായി മാറുവാൻ നമുക്ക് ഈ ദിവസങ്ങൾ സാധ്യമായി തീരുമോ? തൻ്റെ വിളിക്ക് യോഗ്യരായി നമ്മെ ഓരോരുത്തരെയും ദൈവം കാണുമാറാകട്ടെ. സ്തോത്രം. നമ്മുടെ പരിചയ സമ്പന്നതയോ, സ്തോത്രം, നമ്മുടെ സാമ്പത്തിക ഉന്നമനമോ, നമ്മുടെ കുടുംബ മഹിമകളോ ഒന്നും തന്നെ നോക്കിയല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പിന്നെയോ നമ്മുടെ ആത്മാർത്ഥമായ സമർപ്പണമാണ്, ദൈവ വിളിയോടുള്ള നമ്മുടെ പോസിറ്റീവായുള്ള പ്രതികരണമാണ് സ്തോത്രം ദൈവം ഈ ദിവസങ്ങൾ നമ്മിലൂടെ നോക്കുന്നത്. പ്രിയരെ, നിങ്ങളും നമ്മിൽ നിന്നും വിട്ടുമാറേണ്ടത് ഈ ദിവസങ്ങൾ ആവശ്യമാണ്. അഹന്ത നമ്മിൽ നിന്നും വിട്ടുമാറേണ്ടത് ഈ ദിവസങ്ങൾ ആവശ്യമാണ്. നമ്മുടെ കഴിവുകളൊക്കെയും ബിഗ് സീറോയാണ് എന്ന് മനസ്സിലാക്കി ദൈവവിളിയോട് പോസിറ്റീവായി പ്രതികരിക്കുവാൻ ഈ ദിവസങ്ങൾ ഞാനും നിങ്ങളും തയ്യാറാകേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് അനേക ഇടങ്ങളിൽ നാം എന്താണ് കാണുന്നത്? നിഗളത്താൽ അനേകർ വീണു പോകുകയാണ്, അഹന്തയാൽ അനേകർ വീണു പോകുകയാണ്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ സ്വയം അത് ഏറ്റെടുക്കുന്നത് കൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ, വീണു പോകുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാം. ഒന്ന് പ്രസംഗിക്കുവാൻ കഴിയുമെങ്കിൽ, ഒന്ന് പാടുവാൻ കഴിയുമെങ്കിൽ, ഒരു ഗ്രൂപ്പ് നയിക്കുവാൻ കഴിയുമെങ്കിൽ, ഒന്ന് ശക്തമായി പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ നാം എന്തോ വലിയ പുള്ളികളായി മാറ്റപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അഹന്തയാൽ നമ്മുടെ ഉള്ളം നിറയുകയാണ്, നിഗളത്താൽ നമ്മുടെ ഉള്ളം നിറയുകയാണ്. ഇതാണോ ദൈവം നമ്മിലൂടെ ആഗ്രഹിക്കുന്ന ദൈവവിളിയോട് സ്തോത്രം, ദൈവവിളിയുടെ മുൻപിലുള്ള നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. അതെ, ക്രിസ്തുവിൻ നാം യോഗ്യരായി എണ്ണപ്പെടുവാൻ ഈ ദിവസങ്ങൾ ദൈവസനയിൽ നമ്മളെ സമർപ്പിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. നാം മുൻപോട്ട് വിടുന്ന ശ്വാസം തിരിച്ചു പിടിക്കുവാൻ പോലും സ്വയം കഴിയാത്തവരാണ് നാം എന്നുള്ള ഒരു ഉത്തമ ബോധം ഈ ദിവസങ്ങൾ നമ്മെ ഭരിക്കട്ടെ. പ്രിയരെ, ദൈവസനയിലേക്ക് നമ്മെ സമർപ്പിച്ചാട്ടെ. നമ്മുടെ സാമർഥ്യവും നമ്മുടെ ബുദ്ധിശക്തിയും സ്തോത്രം, നമ്മുടെ ജ്ഞാനവും നമ്മുടെ കഴിവും ഒന്നുമല്ല ദൈവം ഈ ദിവസങ്ങൾ നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. തകർന്ന മനസ്സ്, നുറുങ്ങിയ ഹൃദയം, സമർപ്പണമുള്ള ജീവിതം, താഴ്മയുള്ള ജീവിതം, ഹല്ലേലൂയ, ഇതൊക്കെയാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം സ്വയം ചിന്തിക്കൂ, ദൈവവിളിക്ക് യോഗ്യരായി നാം എണ്ണപ്പെടുന്നവരാണോ? പ്രൈസ് ദി ലോർഡ്. ദൈവവിളി നമ്മെ വന്നു കഴിയുമ്പോൾ തന്നെ സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ മനസ്സിലാക്കുക, ഇനി നാം നമുക്കുള്ളവർ അല്ല. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നത്? നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതിയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവവിളി നമ്മളിൽ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഇനി നമുക്കുള്ളവരല്ല നാം എന്ന്. അതാണ് ഇവിടെ എഫെസ്യർ 4-ാം വാക്യത്തിൽ വിളിച്ചു പറയുന്നത്. സ്തോത്രം. ഇവിടെ വചനം പറയുന്നു, നമ്മെ വിളിച്ചിരിക്കുന്നത് ഏക പ്രത്യാശയ്ക്കായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, ഇവിടെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒന്ന്, എല്ലാവർക്കും കൂടെ ഉള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും, പ്രൈസ് ദി ലോർഡ്, എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ നാം ക്രിസ്തുവിൽ യോഗ്യരാണ് എന്ന്
പറഞ്ഞു നടക്കുമ്പോൾ നാം ഓർക്കുക, നാം ഇനി താങ്കൾക്കുള്ളവരല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ വിളി നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നാം നമുക്കുള്ളവരല്ല എന്ന് ഈ വാക്യത്തിലൂടെ നമ്മളോട് വ്യക്തമായും വിളിച്ചു പറയുകയാണ്. നാം ഇനി ഒരിക്കലും താങ്കൾക്കുള്ളവർക്കല്ല, നാം ഇനി ഒരിക്കലും നമുക്കുള്ളവരല്ല. ദൈവവിളി നിന്റെ മേൽ വന്നു കഴിഞ്ഞുവോ, ദൈവവിളിക്ക് നിന്നെ യോഗ്യയായി കണ്ടു കഴിഞ്ഞുവോ, സ്തോത്രം, നാം ഇനി നമുക്കുള്ളവരല്ല, പിന്നെയോ എല്ലാം ക്രിസ്തുവിലാണ് എന്നിവിടെ വ്യക്തമാക്കുകയാണ്. ക്രിസ്തുവിൻ്റെതാണ് എല്ലാം എന്നിവിടെ വ്യക്തമാക്കുകയാണ്. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, പ്രൈസ് ദി ലോർഡ്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതിയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ആ ശരീരത്തിൽ നാം വസിക്കുന്ന ഇടത്തോളം കാലം ആ ശരീരത്തിലുള്ള സ്വഭാവങ്ങൾ നമ്മിലൂടെ പുറത്തു വരണം. സ്തോത്രം. ആ ശരീരത്തിൽ നാം വസിക്കുന്നിടത്തോളം കാലം, പ്രൈസ് ദി ലോർഡ്, ആ ശരീരത്തിലുള്ള സ്വഭാവങ്ങളാണ് നമ്മിലൂടെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് ദൈവവിളിക്ക് യോഗ്യരായി നാം എണ്ണപ്പെടുന്നത്. എന്താണ് ആ സ്വഭാവമെന്ന് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. നാം അതാണ് ആദ്യം പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. പൂർണ്ണ വിനയത്തോടും, അതായത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. ഇതാണ് സ്തോത്രം ആ ശരീരത്തിലെ സ്വഭാവങ്ങൾ. അതാണ് നമ്മെ വിളിക്ക് യോഗ്യമാവണ്ണം നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കേണ്ട സ്വഭാവങ്ങൾ. തീർച്ചയായും ഈ സ്വഭാവങ്ങൾ നമ്മിലുണ്ടെങ്കിൽ ക്രിസ്തുവിൽ അല്ലെങ്കിൽ ദൈവവിളിയിൽ നമ്മെ യോഗ്യരായി എണ്ണപ്പെടുകയാണ്. എന്റെ പ്രധാനപ്പെട്ട വിഷയം അതാണല്ലോ, ദൈവവിളിയിൽ നിങ്ങളെ യോഗ്യരായി എണ്ണുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ എണ്ണുന്നു എന്ന് പറയാതെ ആദ്യം എണ്ണുന്നുവോ എന്ന് ഞാൻ ചോദിച്ചത് ഇത്രയും ഭാഗങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. അതെ, ഇത്രയും ഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ദൈവവിളി നമ്മെ യോഗ്യരായി എണ്ണപ്പെടുകയാണ്. പ്രിയരെ, ഈ ദിവസങ്ങൾ അതിന് നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ പുതിയൊരു സമർപ്പണത്തിലേക്ക് കടന്നു വരുവാൻ സാധ്യമായി തീരട്ടെ. അപ്പോൾ നാം ഒന്ന് മനസ്സിലാക്കുക, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, നമ്മെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവാകുന്ന ശരീരത്തിൽ വസിക്കുവാൻ വേണ്ടിയാണ്. നമ്മെ വിളിച്ചിരിക്കുന്നത് അത്ഭുത പ്രകാശത്തിലേക്കാണ്. നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണമാണ്. അതുകൊണ്ട് തന്നെ ആ ശരീരത്തിലുള്ള സ്വഭാവങ്ങൾ വിളിക്കപ്പെട്ട് നമ്മിലൂടെ പ്രകടമാകുമ്പോൾ അത്രേ ദൈവവിളിയിൽ നാം യോഗ്യരായി എണ്ണപ്പെടുന്നത്. അപ്പോൾ മാത്രമത്രേ, ഹല്ലേലൂയ, വിളിക്ക് യോഗ്യമായ ഒരു നടപ്പ് നമ്മിലൂടെ പ്രകടമാക്കുവാൻ നമുക്ക് സാധ്യമായി തീരുന്നത്. പ്രിയ ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ. ഈ വൈകിയവേളയിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിഷയത്തിലൂടെ ദൈവവചന അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോടും പറയുവാൻ ആഗ്രഹിക്കുന്നത്, സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തുവിൽ നിറഞ്ഞു നിൽക്കുന്ന, കർത്താവായ യേശു ക്രിസ്തുവിൽ വെളിപ്പെട്ടു നിൽക്കുന്ന ഈ നല്ല സ്വഭാവങ്ങൾ വിളിച്ചു വേർതിരിക്കപ്പെട്ട നമ്മിലൂടെയും സ്തോത്രം പ്രകടമാക്കുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ. നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയിൽ തന്നെ ഈ സ്വഭാവങ്ങൾ നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്നതാണ്. അത് പ്രകടമാക്കുവാനുള്ള ഒരു നല്ല മനസ്സ്, താഴ്മയുള്ള മനസ്സ്, വിനയമുള്ള മനസ്സ്, ഹല്ലേലൂയ, സമർപ്പണമുള്ള മനസ്സ് ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമാറാകട്ടെ. സ്തോത്രം. വീടേണ്ടതിനെയൊക്കെയും വിട്ടുകളഞ്ഞുകൊണ്ട്, ഉപേക്ഷിക്കേണ്ടതിനൊക്കെയും ഉപേക്ഷിച്ച് കളഞ്ഞുകൊണ്ട് ദൈവവിളിയോട് പോസിറ്റീവായി പ്രതികരിക്കുവാനുള്ള ഒരു നല്ല മനസ്സ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുമ്പോൾ അത്രയും അവിടെ ദൈവപ്രവൃത്തി നമ്മിലൂടെ വെളിപ്പെടുവാനിടയായിത്തീരുന്നത്. അത് ഈ ദിവസങ്ങൾ നമ്മിൽ പ്രകടമാകുന്നു എങ്കിൽ, ഹല്ലേലൂയ, മറ്റുള്ളവർ നമ്മിലൂടെ അത് തിരിച്ചറിയുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ദൈവവിളിക്ക് നാം യോഗ്യരായി എണ്ണപ്പെടുകയാണ്. സ്തോത്രം. ആരെങ്കിലും ഇന്ന് സ്വന്തം ശക്തി കൊണ്ട്, ആരെങ്കിലും ഇന്ന് സ്വന്തം കഴിവുകളിൽ, സ്വന്തം ബുദ്ധികളിൽ, സ്വയമായി ആശ്രയ ജീവിതത്തിൽ സ്തോത്രം ഈ ലോകത്തിന് അനുരൂപപ്പെട്ട് സ്തോത്രം ജീവിതം നയിക്കുന്നവരായി മാറി നിൽക്കുന്നു എങ്കിൽ അവരോട് വിളിച്ചു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ദൈവം ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ്.
നിന്നെ പണിതെടുക്കുവാനായി ദൈവം ആഗ്രഹിക്കുകയാണ്. നിന്നെ ഒന്ന് ഒരുക്കിയെടുക്കുവാനായി ദൈവം ആഗ്രഹിക്കുക. ദൈവവിളിക്ക് യോഗ്യമായി നിന്നെ എണ്ണുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ വിളിച്ചിരിക്കുന്നത് എവിടേക്കാണ് എന്നും എവിടെ നിന്നാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ട്, എന്തിനു വേണ്ടിയാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്കൊന്ന് മടങ്ങി വരുവാൻ ഈ ദൈവവചന കഴിവ് നിനക്ക് മുഖാന്തരമായി തീരട്ടെ. പ്രിയരെ, പലപ്പോഴും സ്തോത്രം വിളിയാലുള്ള ആശ, സ്തോത്രം വിളിയാലുള്ള ഉദ്ദേശം തിരിച്ചറിയുവാൻ കഴിയാത്തവരായി പൈശാചികമായ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുന്ന അനേക ജീവിതങ്ങളെ നമുക്ക് ചുറ്റുപാട് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വിളിയാലുള്ള ഉദ്ദേശം തിരിച്ചറിയുന്നവരായി ദൈവനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി നിൽക്കുന്നവരായി തീരുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുക. അതിനുവേണ്ടി ഒന്ന് സമർപ്പിക്കുന്ന പകൽക്കാലമായി പകൽക്കാലത്തെ മാറ്റാമോ? അതിനുവേണ്ടി ദൈവസനയിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവവിളിയിൽ നമ്മൾ യോഗ്യതയുള്ളവരായി എണ്ണപ്പെടുവാൻ ദൈവകരങ്ങളിൽ ഒന്ന് സമർപ്പിക്കാമോ? പ്രിയരെ, സ്തോത്രം. ദൈവവചനം നമ്മളോട് വ്യക്തമായും സംസാരിച്ചില്ലേ? പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങൾ ദൈവം എന്താണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? സ്തോത്രം. നമ്മുടെ യോഗ്യതയോ, നമ്മുടെ കഴിവോ, നമ്മുടെ പഠിത്തമോ, നമ്മുടെ ജ്ഞാനമോ, നമ്മുടെ സ്വയാശ്രയ ജീവിതമോ, സ്വന്തം ശക്തികളിലുള്ള നമ്മുടെ നിൽപ്പോ, അതൊന്നുമല്ല ദൈവം നമ്മിലൂടെ തന്റെ ശുശ്രൂഷകൾ, തന്റെ ദൗത്യങ്ങൾ നിർവഹിക്കുവാൻ കാരണമായി തീരുന്നത്. ദൈവവിളിയോടൊപ്പം നമ്മിലേക്ക് പകർന്നിരിക്കുന്ന ആ ദൈവാത്മാവിന്റെ ചില നിയോഗങ്ങൾ അനുസരിച്ച് ചുവടുകൾ വയ്ക്കുവാൻ ഈ ദിവസങ്ങൾ നമ്മെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ അതിനായി സമർപ്പിക്കുന്നവരായി, അതിനായി വിധേയപ്പെടുന്നവരായി നാം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, അത് നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് പ്രകടമാക്കുവാൻ നമുക്ക് സാധ്യമായി തീരുമ്പോൾ, ആ യോഗ്യതകൾ സ്തോത്രം നമ്മെ നിറഞ്ഞു നിൽക്കുമ്പോൾ ദൈവവിളിയിൽ നാം യോഗ്യരായി എണ്ണപ്പെടുകയാണ്. ഈ ദിവസങ്ങൾ ദൈവവിളി യോഗ്യരായി നാം എണ്ണപ്പെടട്ടെ. അതിനായി ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. നമുക്ക് ഹല്ലേലൂയ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല പകൽക്കാലത്തിനായി സ്തോത്രം. ദൈവവചനം വ്യക്തമായി ഞങ്ങളോട് സംസാരിപ്പാനിടയായി തീർന്നുവല്ലോ. ദൈവമേ, അങ്ങയുടെ ആത്മാവിൽ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു എങ്കിൽ അങ്ങയുടെ ഹിതമനുസരിച്ച് നിൽക്കുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പലപ്പോഴും അതിന് സാധ്യമാകാത്ത പല സന്ദർഭങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഈ ദിവസങ്ങൾ അങ്ങയുടെ വിളിയോട് പോസിറ്റീവായി പ്രതികരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. കർത്താവെ, അങ്ങയുടെ വിളിയിൽ ഞങ്ങളെ യോഗ്യരായി എണ്ണണമേ, ഞങ്ങളെ യോഗ്യരായി എണ്ണണമേ, ഞങ്ങളെ യോഗ്യരായി എണ്ണണമേ. ലോകം പറയട്ടെ കർത്താവെ, ദൈവവിളിയിൽ അവർ യോഗ്യരായി നിൽക്കുന്നു എന്ന്. ലോകം പറയട്ടെ കർത്താവെ, ക്രിസ്തുവിന്റെ ഭാവം അവരിൽ നിറഞ്ഞു നിൽക്കുന്നുവെന്ന്. ലോകം പറയട്ടെ കർത്താവെ, ക്രിസ്തുയേശുവിന്റെ മാതൃക അവർ പിൻപറ്റുന്നു എന്ന്. അതിനായി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെ ഏതിൽ നിന്ന് വിളിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു, ഏതിലേക്ക് വിളിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു, എന്തിനു വേണ്ടി വിളിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, അതിൽ തന്നെ നിൽക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ അവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പിതാവ് അതിന് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മഹത്വം അങ്ങെടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഇന്ന് വൈകിയ വേളയിൽ സ്തോത്രം സംസാരിച്ച വചനം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീർന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ദൈവവിളിയോടെ ഇതുവരെയും പോസിറ്റീവായി പ്രതികരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും, ദൈവവിളിക്ക് അനുസരിച്ച് നിൽക്കുവാൻ സാധ്യമായി തീർന്നിട്ടില്ല എങ്കിലും, ഈ മെസ്സേജ് നിമിത്തം സ്തോത്രം നിങ്ങളെ ദൈവവിളിയിൽ യോഗ്യരായി എണ്ണപ്പെടുവാൻ തക്കവണ്ണം മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതിന് സർവകൃപാലുവായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ സ്തോത്രം ഏറെ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ, വിശ്വാസത്തോടെ നിൽക്കുവാൻ, വിശ്വസ്തയോടെ നിൽക്കുവാൻ, ഉത്തരവാദിത്വ ബോധത്തോടെ നിൽക്കുവാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഇതിനെനിക്ക് മുഖാന്തരമായ ഈ പേജിനോട് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ദൈവവചന ശുശ്രൂഷ ഇവിടെ നിർത്തുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.